എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ജീവിതത്തിൽ മനുഷ്യനെ അറിയണം എന്ന സത്യം വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. ആ സത്യമനുസരിച്ച് നാം മുൻപിലോട്ട് പോകേണ്ടതാണ്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ആണ് അവർക്ക് ചെയ്യേണ്ടത്, അത് ചെയ്യണം. മരിച്ചതിന് ശേഷം അവരെ ഓർത്തു ദുഃഖിച്ചിട്ടോ വിലപിച്ചിട്ടോ ഏതൊരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അന്യോന്യം കാണണം എന്ന താല്പര്യമുണ്ടാകും. അവരോടൊപ്പം സന്തോഷിക്കണം എന്ന അനുഭവം ഉണ്ടായിരിക്കും. എന്നാൽ ദൈവജനം ഒരിക്കലും പതറിപ്പോകുവാൻ ഇടവരാത്ത അനുഭവസ്ഥരായി മാറേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർക്ക് അവരുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തുനിന്ന് വേർവിട്ടാലും അവർക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവൻ നിത്യതയിൽ ഉണ്ട് എന്ന വിശ്വാസം. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിന് അകത്ത് അതുണ്ടാകേണ്ടത് ആവശ്യം. നാമും ജാതികളെ പോലെ ആവരുത് എന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരായി പോകരുത്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായി ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെട്ട് വരും. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു ദൈവപൈതലിനെ പൂർണ്ണമായ ആ വിശ്വാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ കാണേണ്ടതിന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ, ജീവിച്ചിരിക്കുമ്പോൾ ഒരാളിനോട്, സഹോദരനോടോ സഹോദരിയോടോ അപ്പനോടോ അമ്മയോടോ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയം ചെലവഴിക്കുവാൻ കഴിയാത്തവർ മരിച്ചതിന് ശേഷം പിന്നെ 2, 3, 4, 5, 6 ഇങ്ങനെ ദിവസങ്ങൾ ഇരുന്നിട്ട് എന്താണ് കാര്യം? മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാനോ എന്തിനാണ് എന്ന്